നമ്മുടെ ചാനലിൽ നമ്മൾ 2 ആഴ്ച മുമ്പ് കൊക്കക്കോളയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബെഡ്റൂമിനകത്ത് തന്നെ നമ്മൾ ചെറിയൊരു സെറ്റപ്പ് ചെയ്തിട്ട് എടുത്തൊരു കൊക്കക്കോളയുടെ ഒരു ബീറോൾ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ആ വീഡിയോ സൗദിയിലുള്ളൊരു സാറ് കണ്ടിട്ട് നമുക്ക് അവിടെ നിന്നൊരു വർക്ക് കിട്ടാനുണ്ടായത്. അതായത് അവരൊരു ഫ്രൈഡ് ചിക്കൻ്റെ ഒരു പുതിയ ഷോപ്പ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ട് ഒരു 30 സെക്കൻഡ് വീഡിയോ ആണ് അവർ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ അതിൻ്റെ ഷൂട്ടിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തൃശ്ശൂർ പോയി ഫ്രൈഡ് ചിക്കൻ മേടിച്ചു. ഇനി നമ്മൾ നമ്മുടെ ബെഡ്റൂമിനകത്ത് തന്നെ ആ ഒരു സെയിം സെറ്റപ്പിൽ നമ്മുടെ സെയിം യൂട്യൂബ് സ്റ്റുഡിയോ ലൈറ്റാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി ബെഡ്റൂമിൽ പോയിട്ട് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇവിടെയാണ് നമ്മൾ നമ്മുടെ യൂട്യൂബ് വീഡിയോസും ഷൂട്ട് ചെയ്യാറ്. നമ്മുടെ യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സാധാ സ്പോട്ട് ലൈറ്റാണ് കേട്ടോ, സോഫ്റ്റ് ബോക്സിനകത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെറ്റപ്പ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടേബിളിലായിരിക്കും നമ്മൾ നമ്മുടെ ചിക്കൻ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പോകുന്നത്. നമ്മുടെ സോഫ്റ്റ് ബോക്സും കാര്യങ്ങളും നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ സോണി A6400 ആണ്. യൂസ് ചെയ്യുന്ന ലെൻസ് എന്ന് പറയുന്നത് സിഗ്മ 30mm 1.4 ആണ്. അപ്പോൾ ഈ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ റിവ്യൂ നമ്മുടെ ചാനലിൽ എന്തായാലും ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർഗ്രൗണ്ട് സെറ്റപ്പ്. നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരുന്ന ലൈറ്റാണ് ഇതിനകത്തുനിന്ന് വരുന്നത്. അപ്പോൾ ഇത്രയും ബ്രൈറ്റ് ആയിരിക്കും. നമ്മുടെ സാധാ സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഇതിനകത്തുള്ളത്. നമ്മൾ സോഫ്റ്റ് ബോക്സും നമ്മുടെ സ്പോട്ട് ലൈറ്റ് ഭയങ്കര ഹാർഡായതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു കഷ്ണം ഇങ്ങനത്തെ ഒരു പേപ്പറല്ല, ഒരു കൈൻഡ് ഓഫ് തുണി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, ഒന്നും കൂടി ഒന്ന് ഡിഫ്യൂഷൻ കിട്ടാനായിട്ട്. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് ഈ ഒരു വോളാണ്. ഇവിടെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മുടെ കയ്യിലൊരു ചെറിയൊരു LED ബൾബ് ഉണ്ട്. ഇത് എന്താണ്, സ്വരോച്ചി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ബൾബാണ്. നമുക്കിതിൽ കളറുകളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന, ഫോൺ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റാണ്. പിന്നെ നമുക്ക് വരുന്നത് ഈ കിടക്കുന്ന ഒരു ലൈറ്റാണ്. ഞങ്ങളുടെ കടയിലുണ്ടായിരുന്ന ഒരു ലൈറ്റാണ്. ഇതിൽ 3-4 നമുക്ക് ലൈറ്റുകൾ വരുന്നുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് സ്വിച്ച് ഓൺ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ് വരുന്നത്. നമ്മളിവിടെ റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത് ആ ബൾബിൽ. പിന്നെ ഈ ഒരു പീസ് ഓഫ് ചട്ട ഞാൻ എന്തിനാ വെച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെച്ചിട്ടില്ലെങ്കിൽ ലൈറ്റ് ഭയങ്കരമായിട്ട് സ്പ്രെഡായി പോകും. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ലൈറ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാനായിട്ടാണ്. ഇതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ദാരിദ്ര്യം തോന്നും. നമ്മുടെ സാധാ ഒരു ചട്ടയാണ്. കുറേ പ്രാവശ്യം ഒട്ടിച്ചിട്ട് ഇൻസുലേഷനും സെല്ലോ ടേപ്പും വീട്ടിലുള്ള എല്ലാ ടൈപ്പും ഇതിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ നമ്മളിതാണ് നമ്മുടെ ലൈറ്റ് ഇങ്ങനെ ഷേപ്പ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടിയും ഒരു നാരോ ആയിട്ടുള്ള ലൈറ്റ് സോഴ്സ് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഇനി എനിക്ക് ബിഹൈൻഡ് ദ സീൻസൊക്കെ കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ഷോട്ടായിട്ട് കാണിച്ചു തരാനായിട്ട് എൻ്റെ സെക്കൻഡറി ഒരു ക്യാമറ ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വീഡിയോ എടുത്തിട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഞാൻ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പിന്നെയും വന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ആക്ച്വലി Day 2 ആണ്. നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞു. അത് അടുത്ത ദിവസം ഇരുന്ന് ആ വീഡിയോ എഡിറ്റ് ചെയ്തു നമ്മുടെ ക്ലയൻറ്റിന് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തു. നിങ്ങളെല്ലാവരും ഇപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ക്ലയൻറ്റ് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സാറ് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് അതിൽ വരുത്താനുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്തു കൊടുത്ത ഒരു വീഡിയോ എന്ന് പറയുന്നത് ടോട്ടലി അവരുടെ കോൺസെപ്റ്റിൻ്റെ ഒരു രീതിയിൽ പോലും എത്തിയിട്ടില്ല. അവർക്ക് വേണ്ടിയിരുന്നത് ടോട്ടലി വേറൊരു ആംബിയൻസിലുള്ള ഒരു വീഡിയോ ആയിരുന്നു. നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ സെയിം ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏകദേശം ഒരു ഡാർക്ക് ആംബിയൻസിലുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടത് കുറച്ചും കൂടി ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ആംബിയൻസ് ആണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അവസാനം വന്നിരിക്കുന്ന വേർഡിക്റ്റ് എന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോ നമ്മൾ റീഷൂട്ട് ചെയ്യണം. അതായത് നമ്മുടെ എല്ലാ ഷോട്ടുകളും നമ്മൾ വീണ്ടും എടുക്കണം. വീഡിയോ മൊത്തത്തിൽ റീഎഡിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അവർക്ക് ഇനി കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ചെറുതായിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയ ചെറിയ മിസ്റ്റേക്കുകളും അല്ലെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ തിരുത്താൻ പോകുന്ന കാര്യങ്ങളും കുറച്ച് സജഷൻസുമാണ്. അപ്പോൾ നിങ്ങളെന്തായാലും അവസാനം വരെ വീഡിയോ കാണാനായിട്ട് നോക്കാം. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെനിക്ക് അയച്ചെന്ന ലോഗോ ഞാൻ അതുപോലെ അല്ല ആ ഒരു വീഡിയോയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് ഞാൻ കളറുകളൊക്കെ മാറ്റി ഫുള്ളി വൈറ്റ് ആക്കിയിട്ടാണ് ഞാൻ ആ ഒരു ലോഗോ വീഡിയോയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനതിങ്ങനെ മാറ്റുന്നതിന് മുമ്പ് അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് പ്യൂർ വൈറ്റ് ആക്കി. അപ്പോൾ എല്ലാ ഷോട്ടിലും അത് ക്ലിയർ ആയിട്ട് കാണാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അവർക്ക് ഉണ്ടായിരുന്ന ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ലോഗോ അവർ തന്ന പോലെ തന്നെ ആ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ
അപ്പോൾ ലോഗോ എന്ന് പറയുന്നത് ആക്ച്വലി അവരുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒരു വർക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ലോഗോയിലൊക്കെ എന്തെങ്കിലും കസ്റ്റമൈസേഷൻ വരുത്തി വീഡിയോയിലിട്ട് റെൻഡർ ചെയ്യുന്നതിന് മുമ്പാണ് നിങ്ങൾ എന്തായാലും ആ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കണം, നമ്മളിങ്ങനെ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെയാണോ നമ്മൾ ഇടേണ്ടതെന്ന് നമ്മൾ ചോദിക്കണം. രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ആംബിയൻസ് മൊത്തത്തിൽ അവർക്ക് മാറ്റണം. അതായത് അവരുടെ ഒരു കോൺസെപ്റ്റിന് ഓപ്പോസിറ്റ് ആയിരുന്നു നമ്മുടെ വീഡിയോ. അവർ ഉദ്ദേശിച്ചത് ഒരു ബ്രൈറ്റ് സൈഡിലുള്ള വീഡിയോ ആയിരുന്നു. നമ്മൾ ചെയ്തു കൊടുത്തപ്പോൾ നമ്മുടെ സെറ്റപ്പ് അനുസരിച്ച് നമുക്ക് ഈ സെയിം ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കുറച്ചൊരു ഡാർക്ക് ആംബിയൻസിലുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് സംഭവം റീഡു ചെയ്യണം. അപ്പോൾ അതിലുള്ള പ്രിപ്പറേഷനിലാണ് നമ്മൾ. എന്തായാലും ഈ വീഡിയോയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും. അതായത് നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു ആഡ് തന്നെ നമ്മളിനി എന്തായാലും ഇതിനേക്കാൾ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആക്ച്വലി അവരിങ്ങനെ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയണം, അത് മാറ്റണം, ഇത് മാറ്റണം, ലോഗോ ശരിയായിട്ടില്ല അങ്ങനെ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഡെസ്പായി പോയി. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ കുറേ ലിമിറ്റേഷൻസിനകത്ത് നിന്ന് ചെയ്തൊരു വീഡിയോ ആണ്. പക്ഷേ അവർക്ക് ഒരുപാട് സജഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് എനിക്കത് കേട്ടപ്പോൾ ഞാൻ ഇപ്പം എന്താ ചെയ്യുക, നമുക്ക് ഇത് പ്രൊജക്റ്റ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണോ, അതും ഇനി അവർ പറയുന്ന പോലെ തന്നെ നമ്മൾ ഇനി റീഡൂ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ജനറസ് ആയിരുന്നു. അവൾ പറഞ്ഞു, അതായത് ഇപ്പോൾ നിനക്ക് ഈ ഒരു വർക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യാം, അതിൻ്റെ പേയ്മെൻറ്റ് ഞാൻ ക്ലിയർ ചെയ്യാം. അതല്ല നിനക്ക് തുടർന്ന് നിനക്കിത് റീഡൂ ചെയ്ത് തരണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ എക്സ്പെൻസ് എടുക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആൾ പറയുകയും ചെയ്തു, നീ ഡെസ്പാവേണ്ട കാര്യമില്ല, ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് വരാത്തതുകൊണ്ടാണ്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റീഡൂ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ സാറ് പറയുകയും ചെയ്തു, അതായത് നിനക്കൊരു ബേർഡൻ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് ഇത് ഇവിടെ അവസാനിപ്പിക്കാം, പേയ്മെൻറ്റ് തന്നെ ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞു, ഞാൻ സാറിൻ്റെ അടുത്ത് പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചു. പിന്നെ ഞാൻ പപ്പ വീട്ടിലെത്തിയപ്പോൾ പപ്പയുടെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നമ്മൾ വീഡിയോ എടുത്തു, നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ എഡിറ്റ് ചെയ്തു, നമ്മൾ സബ്മിറ്റ് ചെയ്തപ്പോൾ അവർ ഇങ്ങനത്തെ കുറേ സജഷൻസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ സജഷൻസൊക്കെ മാറ്റണമെങ്കിൽ നമ്മൾ എന്തായാലും വീണ്ടും ഒരു ദിവസം കൂടെ നമ്മൾ റീഡൂ ചെയ്യണം, അതായത് മൊത്തത്തിൽ ഷൂട്ട് ഒന്നും കൂടി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, അതായത് നീ എന്തായാലും നമ്മളിപ്പോൾ അവിടെ വെച്ച് അങ്ങനെ നിർത്തേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഏത് വർക്ക് ചെയ്താലും അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പെർഫെക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. നീ നിൻ്റെ രീതിയിൽ ചെയ്തു, അവരാണ് പേയ്മെൻറ്റ് തരുന്ന ആൾക്കാർ, അവരാണ് കസ്റ്റമർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുമ്പോഴും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് ഏറ്റവും മസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും പറഞ്ഞു, നീ എന്തായാലും ഒരു പ്രാവശ്യം കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ പറഞ്ഞ ചേഞ്ചസൊക്കെ മനസ്സിൽ വെച്ചിട്ട് അങ്ങനത്തെ ആ മിസ്റ്റേക്സ് ഒന്നും അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചസൊക്കെ നമ്മൾ എന്തായാലും വരുത്തിയിട്ട് വേണം നമ്മൾ അടുത്തൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇത്രയും കാലം എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്, നിങ്ങൾ ലോഗോയിൽ നിങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോൾ നിങ്ങൾ അത് ക്ലയൻറ്റായിട്ട് നിങ്ങൾ എന്തായാലും സംസാരിച്ച് വ്യക്തമാക്കിയതിന് ശേഷം വേണം നിങ്ങൾ അത് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ക്ലയൻറ്റിൻ്റെ അടുത്ത് ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ടോ, ഇന്ന രീതിയിൽ വേണം വീഡിയോ ഔട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും തീർച്ചയായിട്ടും ചോദിക്കാം. പിന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് മ്യൂസിക്കാണ്. നമ്മൾ ഇങ്ങനെ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ്ങിനാണ് അവർ ഈ ഒരു വീഡിയോ വർക്ക് എനിക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ എടുത്തു കൊടുത്തിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് ഫ്രീ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലൊരു പെയ്ഡ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന മ്യൂസിക് ആയിക്കോട്ടെ, നിങ്ങൾ യൂസ് ചെയ്യുന്ന സൗണ്ട് എഫക്ട്സ് ആയിക്കോട്ടെ, അതെല്ലാം നിങ്ങൾ എന്തെങ്കിലും ഓവർലേ എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും മനസ്സിൽ വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് നിങ്ങളുടെ ക്ലയൻറ്റിന് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ പേയ്മെൻറ്റ് ചെയ്യും, അവരങ്ങനെ പോകും. പിന്നെ അവർ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു വർക്ക് അവരെവിടെയെങ്കിലും പബ്ലിഷ് ചെയ്യുമ്പോൾ അവർക്കാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരാണ് ഫേസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അത് അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് അത് ലൈസൻസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. പക്ഷേ അത് ചില സമയങ്ങളിൽ അത് വലിയ പ്രശ്നമാവാനടക്കം ചാൻസ് ഉണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് അവർ നമ്മുടെ അടുത്തോട്ടാണ് വരാൻ പോകുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് ഞങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്തിയിട്ടും ചെയ്തു തന്നതെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് വർക്ക് നിങ്ങൾ അഡീഷണൽ എടുക്കുകയെന്ന് വെച്ചാലും അത് കോപ്പിറൈറ്റ് ഫ്രീ ആണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളുടെ ഷട്ടർ സ്പീഡ്, ISO, അപ്പർച്ചർ ഇത് മസ്റ്റായിട്ടും നിങ്ങൾ പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങളുടെ വീഡിയോ എടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പോസ്റ്റിൽ അതായത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ ബേസിക് ആയിട്ട് വരുന്ന ഷട്ടർ സ്പീഡും കാര്യങ്ങളൊക്കെ എഡിറ്റിങ് സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ ആ കൂടി പാടുപെട്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ A6400 എന്ന് പറയുന്ന ഈ ഒരു ക്യാമറയിൽ എനിക്ക് ആക്ച്വലി 120 FPS വരെ സ്ലോ മോഷൻ എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ സീൻ നോക്കിക്കഴിഞ്ഞാൽ ആ ചിക്കൻ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നതും പിന്നെ ചിക്കൻ പോപ്കോൺ മോളിൽ കൂടെ ഞാനിങ്ങനെ ജസ്റ്റ് അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുന്ന ഒരു ഷോട്ടും കൂടി ഉണ്ട്, അതിങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു ഷോട്ടും കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു ഷോട്ടിൽ ചിക്കൻ പീസ് ഓക്കെ, പക്ഷേ ചിക്കൻ പോപ്കോൺ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല, അതായത് എന്തൊക്കെയോ വന്ന് വീഴുന്ന പോലെയാണെന്നാണ് ക്ലയൻറ്റ് പറഞ്ഞത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു റൂൾ വരുന്നുണ്ട്, അതായത് നമ്മൾ എത്ര FPS നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അതിന് ഡബിൾ ആയിരിക്കണം നമ്മുടെ ഷട്ടർ സ്പീഡ്.
അപ്പോൾ ഇവിടെ ഞാൻ 120 FPS ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഷട്ടർ സ്പീഡ് വന്നിട്ട് 240 ആയിരിക്കണം, എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇട്ടിരിക്കുന്ന ഷട്ടർ സ്പീഡ് 120 ആണ്. അപ്പോൾ ഷട്ടർ സ്പീഡ് സ്ലോ ആയതുകൊണ്ട് തന്നെ ഈ ചിക്കൻ പോപ്കോൺ നമ്മൾ മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മോഷൻ ബ്ലറാണ് ആ ഒരു ക്ലിപ്പിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്താ സംഭവം എന്ന് മനസ്സിലാവാണ്ട് പോയത്. ഞാൻ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമല്ല ഷട്ടർ സ്പീഡ് കുറഞ്ഞു പോയത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. നമ്മൾ ആകെ കൂടി ഇവിടുന്ന് വരുന്ന ഒരു കീ ലൈറ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 120 FPS ഇട്ട വഴിക്ക് തന്നെ നമ്മുടെ സംഭവം ഡാർക്കായി, നമ്മുടെ ഷോട്ട് ഡാർക്കായി. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം നോക്കിയത് ISO ആണ്. പക്ഷെ നമുക്ക് ISO നമുക്കിനി കൂട്ടാൻ പറ്റില്ല, കാരണം നോയ്സ് വരുന്നൊരു ലെവലിലാണ് നിൽക്കുന്നത്. നമ്മൾ അപ്പർച്ചർ ഹൈ ആക്കിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മിനിമലായിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് ഫോക്കസ് ആവുള്ളൂ. അതായത് ഒരൊറ്റ ലൈനിലുള്ള സാധനങ്ങളൊക്കെ ഫോക്കസ് ആവും, അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും വീഴുന്ന സാധനങ്ങളൊന്നും ഫോക്കസ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അപ്പർച്ചർ കൂട്ടിയിട്ട് എനിക്ക് എടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ എനിക്ക് വരുന്ന ആകെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഷട്ടർ സ്പീഡ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ആ ഒരു റൂൾ ഉണ്ടല്ലോ, നമ്മൾ 240, അപ്പോൾ നമുക്കൊരു റൂൾ വരുന്നുണ്ട്, നമ്മൾ എത്ര ഫ്രെയിം റേറ്റ്സിലാണ് എടുക്കുന്നത് അതിന് ഡബിൾ ആയിരിക്കണം നമ്മുടെ ഷട്ടർ സ്പീഡ്. ആ ഒരു റൂൾ എനിക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റിയില്ല, കാരണം ഷട്ടർ സ്പീഡ് കുറച്ചാലാണെങ്കിൽ നമ്മുടെ ഷോട്ടിൽ ലൈറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ 120 നമ്മൾ ഷട്ടർ സ്പീഡ് ഇട്ടേ, അതുകൊണ്ട് നമുക്ക് മോഷൻ ബ്ലർ വന്നു. അപ്പോൾ ആ ഒരു മോഷൻ ബ്ലർ കാരണമാണ് നമ്മുടെ ചിക്കൻ പോപ്കോൺ വീണപ്പോൾ അത് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടിരുന്നത്. നമ്മൾ ഷട്ടർ സ്പീഡ് കൂട്ടി 240 ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഷോട്ട് ഭയങ്കരമായിട്ട് ഡാർക്കായിട്ട് പോകും. അപ്പോൾ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അഡീഷണൽ ഒരു ലൈറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യാനാണ്. പക്ഷെ നമ്മൾ ഈ ഒരു ബഡ്ജറ്റിൽ നമ്മുടെ ഈ ഒരു ചെറിയൊരു സെറ്റപ്പിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ലൈറ്റൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഷോട്ട് അവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾ സ്ലോ മോഷനിൽ എടുക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഷട്ടർ സ്പീഡ് നിങ്ങൾ ഡബിളാക്കി വെക്കുക. അല്ലെങ്കിൽ ഒന്നാമത് നമ്മുടെ ക്ലിപ്പ് സ്ലോ ആണ്, അതിൻ്റെ കൂടെ മോഷൻ ബ്ലർ കൂടി വന്നു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് എന്തായാലും ഈ വീഡിയോയിലൂടെ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്ന് എനിക്കറിയില്ല. എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസും നമ്മളതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തതെന്നും. ഇനി നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു പാർട്ട് 2 ഉണ്ടായിരിക്കും, കാരണം നമ്മളെന്തായാലും ആ ഒരു വീഡിയോ റീഷൂട്ട് ചെയ്യാൻ പോവാണ്. അവർ പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യാണ്. അപ്പോൾ ഞാൻ അതിന് പറ്റാന്ന് വെച്ചാൽ ബിഹൈൻഡ് ദ സീൻസ് ആയിട്ട് നമുക്ക് ഷോർട്ട് ബൈ ഷോർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് നോക്കാം. എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വരുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. പിന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി കണക്ട് ചെയ്യാം. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല, നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ ഇനി കാണാം. അതുവരെ ബൈ, പീസ്.